സുഹൃത്തുക്കളെ, കേരളത്തിൽ BJP എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് മൂന്നാമത്തെ തവണയായി ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗമാണ് കേരളത്തിലെ BJP. ആ BJP യഥാർത്ഥത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ വലിയൊരു സ്വാധീന ശക്തിയായി ഇവിടെ മാറി എന്നൊക്കെ നിലയിലുള്ള വർത്തമാനങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഒരു കാരണവും ഉണ്ടായിരുന്നു. കാരണം UDF-ൻ്റെ LDF-ൻ്റെ ഒക്കെ വോട്ട് കുറഞ്ഞപ്പോൾ BJP-യുടെ വോട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കൂടിയത്. CPM-ൽ നിന്ന് തന്നെ BJP-യിലേക്ക് വലിയ തോതിൽ വോട്ട് ചാഞ്ഞ സംഭവം ഉണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ BJP കേരളത്തിൽ വലിയ തോതിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തകൾ സജീവമായി. BJP-യുടെ പ്രസിഡൻ്റായിട്ടുള്ള K. സുരേന്ദ്രൻ ആ സ്ഥാനം നഷ്ടപ്പെടുമായിരുന്നു എന്ന് നമ്മൾ കരുതിയിരുന്നു. പക്ഷേ അതൊന്നും നഷ്ടപ്പെട്ടില്ല. കാരണം BJP വലിയ തോതിൽ വളർന്നല്ലോ. എന്ന് മാത്രമല്ല, BJP-ക്ക് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു MP സ്ഥാനവും കൂടി ലഭിച്ചു. സുരേഷ് ഗോപി 70,000 വോട്ടിന് തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് BJP-യുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള K. സുരേന്ദ്രന് കിട്ടി. അതുകൊണ്ട് ഇപ്പോൾ സ്വാഭാവികമായും അയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളൊന്നും ഇപ്പോൾ നടക്കുന്നതേയില്ല. സുഹൃത്തുക്കളെ, എന്ന് മാത്രമല്ല, BJP കേരളത്തിൽ കൂടുതൽ വളരുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ അവർ ആവിഷ്കരിക്കുന്നു. പാർട്ടി ഗ്രാമങ്ങളിലേക്ക് അവർ കടന്നു കയറാൻ ശ്രമിക്കുന്നു. വലിയ തോതിൽ അവർ മുന്നേറ്റം നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള നിലയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, എനിക്ക് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, കേരളത്തിലെ BJP ഏതാണ്ട് ചത്തു എന്നാണ്. കേരളത്തിലെ BJP ചത്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ സൂചിപ്പിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളോട് വിശദമായി പറയാം. സുഹൃത്തുക്കളെ, ഇപ്പോൾ നമുക്കറിയാം 2-3 വിഷയങ്ങൾ കേരളത്തിൽ അടുത്ത് ഉണ്ടായി. ഒന്ന്, വയനാടിലെ മഹാദുരന്തം, 400 പേർ മരിച്ച ദുരന്തം. അതിനുശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഇപ്പോൾ ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ട്, അൻവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന 2-3 ഈ വിവാദങ്ങൾ. അപ്പോൾ ഏതാണ്ട് 2-3 വിവാദ വിഷയങ്ങൾ കേരളത്തിൽ അടുത്ത കാലത്തായി ഉണ്ടായി. ഈ 3 വിഷയങ്ങളിലും BJP-യുടെ സമീപനം എന്തായിരുന്നു എന്ന് നമ്മൾ നോക്കി. ആദ്യം നമ്മൾക്ക് വയനാട് വിഷയമെടുക്കാം. ഈ വയനാട് വിഷയത്തിൽ 400 ആളുകൾ മരിച്ചു. ആ വിഷയത്തിൽ ഈ ആളുകൾ ഇത്രയും പേര് മരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അവിടെ ഉണ്ടായ പരിസ്ഥിതി ദുരന്തമാണെന്നും, അവിടെ ഉണ്ടായ അനധികൃതമായിട്ടുള്ള റിസോർട്ട് നിർമ്മാണങ്ങളാണെന്നും, അവിടെ പ്രവർത്തിച്ചിരുന്ന അനധികൃത പാറമടകളാണെന്നും, അവിടെ അനധികൃതമായി നടന്നിട്ടുള്ള റോഡ് നിർമ്മാണങ്ങളും വികസന പ്രവർത്തനങ്ങളുമാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ഭൂരിപക്ഷം പേർക്ക് മനസ്സിലായ കാര്യമാണ്. പക്ഷേ BJP അതിനകത്തൊന്നും പറഞ്ഞില്ല, മിണ്ടിയില്ല. BJP ആ വശത്തേക്ക് പോയേയില്ല. അവരും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ആ മൂലയ്ക്ക് അവിടെ ഇവിടെയൊക്കെ നടന്നു. അതാണ് വയനാടുമായി ബന്ധപ്പെട്ട അവരുടെ പ്രതികരണം. അതിനുശേഷമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു വലിയ ബോംബ് പോലെ കേരള സമൂഹത്തിൽ വന്ന് വീണത്. ആ ബോംബ് വന്ന് വീണതിനെ തുടർന്ന് സിനിമാ നടികളുടെയൊക്കെ തന്നെ വലിയ വെളിപ്പെടുത്തലുകളുണ്ടായി. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഒരുപാട് സ്ഫോടനാത്മകമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായി. അത് കേരള സമൂഹം വ്യാപകമായി ചർച്ച ചെയ്തു. ആ വിഷയത്തിൽ എവിടെയായിരുന്നു BJP? ആ വിഷയത്തിൽ എന്തെങ്കിലും നിലപാടുണ്ടോ BJPക്ക്? ആ വിഷയത്തിൽ BJP എന്ത് നിലപാടാണ് എടുത്തത്? BJPയുടെ നേതാക്കന്മാർ പറയേണ്ടതാണ്. ഈ വെളിപ്പെടുത്തലുകളെക്കുറിച്ച്, ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തലുകളെക്കുറിച്ച്, സിനിമാ രംഗത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനഭിലഷണീയമായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച്, സ്ത്രീകൾ ഭീകരമായി ആ മേഖലയിൽ ലൈംഗിക ചൂഷണത്തിന് വിധേയമാകുന്നതിനെക്കുറിച്ച്, സ്ത്രീകൾ തൊഴിൽ ചൂഷണത്തിന് വിധേയമാകുന്നതിനെക്കുറിച്ച്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ BJPക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായവും BJPക്കില്ല. BJP അതിനെക്കുറിച്ചും ഒന്നും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. കാരണം എന്താ? ആ സിനിമാ വ്യവസായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ടുള്ള സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മോഹൻലാൽ RSSുമായി ഏറ്റവും അടുത്ത ബന്ധം നിലനിർത്തുന്ന ഒരാളാണ്. RSS മോഹൻലാലിനുള്ള വിശ്വശാന്തി എന്ന് പറഞ്ഞിട്ടൊരു ഫൗണ്ടേഷനുണ്ട്. മോഹൻലാലിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് ചേർത്തുണ്ടാക്കിയ വിശ്വശാന്തി ഫൗണ്ടേഷൻ. അത് കാരുണ്യ പ്രവർത്തനം നടത്താനുള്ള ഒരു ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷനിലേക്ക് കോടിക്കണക്കിന് രൂപയാണ് മോഹൻലാൽ ഓരോ വർഷവും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ കോടിക്കണക്കിന് രൂപയുടെയും ഗുണഭോക്താക്കൾ RSSകാരാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയത്തിൽ അവർ മൗനം പാലിച്ചത്. കാരണം അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് മോഹൻലാലാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് അവരതിനെക്കുറിച്ച് മൗനം പാലിച്ചു. അതാണ് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം എന്താ? അൻവർ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്ന വെളിപ്പെടുത്തൽ. അത് ഇത്രയും വലിയ ചർച്ചാ വിഷയമായിട്ടും ഒരു സമരരംഗത്തേക്ക് ഇറങ്ങാനും RSSനോ BJPക്കോ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്?
ഈ വിഷയത്തിൽ കേന്ദ്ര കഥാപാത്രമായി നിൽക്കുന്ന ADGP അജിത് കുമാർ RSSന്റെ സ്വത്താണ് സുഹൃത്തുക്കളെ. RSSന് പിണറായി വിജയൻ നൽകിയ സമ്മാനമാണ് ADGP അജിത് കുമാർ. അതുകൊണ്ടാണ് BJPക്ക് ഇക്കാര്യത്തിൽ ഒന്നും പറയാനില്ലാത്തത്. ADGP അജിത് കുമാർ പിന്നെ RSSന്റെ താത്വികാചാര്യനായിട്ടുള്ള ദത്താത്രേയ ഹൊസബോളയെ കണ്ടു എന്നുള്ള ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ BJPക്ക് കഴിയുന്നില്ല. പൂരം കലക്കി പിന്നെ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് ഇതിൻ്റെ പുറകിലും കളിച്ചത് ADGP അജിത് കുമാർ ആണെന്നുള്ള വിഷയം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലും BJPക്ക് മിണ്ടാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അൻവർ ഉയർത്തിയ ഈ വിഷയത്തിലും BJP അർത്ഥഗർഭമായ മൗനം പാലിക്കുകയാണ്. മിണ്ടുന്നില്ല അവർ. കാരണം അവർക്കറിയാം അവരുടെ ആളാണ് പിന്നെ ADGP അജിത് കുമാർ എന്നുള്ളത്. അതുകൊണ്ട് ADGP അജിത് കുമാറിൻ്റെ ശല്യം ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. പിണറായി വിജയൻ RSSന് കൊടുത്തിരിക്കുന്ന സമ്മാനമാണ് ADGP അജിത് കുമാർ എന്നുള്ളത് BJPക്കാർക്കറിയാം. അതുകൊണ്ട് അവർ ഈ കാര്യത്തിലും അവർ അർത്ഥഗർഭമായ മൗനം പാലിക്കുന്നു. അപ്പോൾ കേരളത്തിൽ അടുത്ത കാലത്തായി വന്ന വയനാട് ദുരന്തം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അൻവറിൻ്റെ വെളിപ്പെടുത്തൽ, ഇതിലെല്ലാത്തിലും അവർ മൗനം പാലിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വേറൊരു വിഷയം കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. അതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിച്ചോളൂ. അതെന്താണ്? തിരുവനന്തപുരത്ത് ഒരു BJPയുടെ ഒരു സഹകരണ സംഘത്തിൽ എത്രയോ 10-15 കോടി രൂപയുടെ വെട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. അത് BJP നേതാവായിട്ടുള്ള ഏതോ BJP നേതാവായിട്ടുള്ള MS കുമാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ വെട്ടിപ്പ് നടന്നതെന്നാണ് പറയുന്നത്. 10-15 കോടി രൂപയുടെ വെട്ടിപ്പ് നടന്നതായിട്ടുള്ള അതിൻ്റെ വാർത്തകൾ ദൈനംദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയോ 30-35 കേസുകളാണ് അതിനെക്കുറിച്ച് എടുത്തിട്ടുള്ളത് എന്നാണ് കേൾക്കുന്നത്. അതും കൂടി വന്നതോടുകൂടി BJPയുടെ ശ്വാസം നിലച്ചു. അതുകൊണ്ടാണ് BJP ചത്തു എന്ന് ഞാൻ പറയുന്നത്. നമുക്കറിയാം കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ പല പല കേസുകൾ വന്നപ്പോഴൊക്കെ തന്നെ BJPയെ പിടിക്കാൻ CPM ശ്രമിക്കുന്നു എന്നുള്ളത് നമ്മൾ കേട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ഉറപ്പാക്കാം BJP ചത്തു. ഇന്ന് BJP എന്ന് പറഞ്ഞൊരു സംവിധാനം കേരളത്തിൽ ഇല്ല. അതൊരു ചത്ത പാർട്ടിയാണ്. ചത്ത കുതിര എന്നൊക്കെ പണ്ട് പറഞ്ഞതുപോലെ BJP ഒരു ചത്ത പാർട്ടിയാണ്. കേരളത്തിൽ ഇന്ന് BJP ഇല്ല. BJPക്ക് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ നിശബ്ദത പാലിക്കുന്നത്. ഇനിയിപ്പം തിരുവനന്തപുരത്ത് ഈ BJPയുടെ സഹകരണ സംഘത്തിൽ ഈ വലിയ കോടികളുടെ കൊള്ളയും കൂടെ നടന്നതോടുകൂടി BJPയുടെ അധ്യായം, അതിൻ്റെ പണി ഏതാണ്ട് കേരളത്തിൽ തീർന്നു എന്ന് നമുക്ക് ഉറപ്പായും നമുക്ക് പറയാം എന്നാണ് എനിക്ക് വ്യക്തമാക്കാറുള്ളത്.